ഒരു സംശയമില്ലാതെ പറയാം, കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഓഫീസർ എന്ന ഈ പടത്തിലെ പെർഫോമൻസ്. അതുപോലെ തന്നെ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ക്ലൈമാക്സ് ഈ അടുത്തങ്ങ് കണ്ടിട്ടില്ല. പണിയിൽ കിട്ടാത്ത, മാർക്കോയിൽ കിട്ടാത്ത ആ ഒരു പൂർണ്ണ സംതൃപ്തി ഓഫീസറിൽ കിട്ടി എന്നുള്ളതാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മാസികയിൽ ഒരു കുഞ്ചാക്കോ ബോബന്റെ ഇന്റർവ്യൂ വായിക്കുമ്പോൾ അതിൽ കുഞ്ചാക്കോ ബോബൻ പറയുന്നുണ്ട്, നല്ല റോളുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ പടങ്ങൾ ചെയ്യുമെന്ന്. അന്ന് ഞാൻ ത്രില്ലടിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇന്ന് വരെ കുഞ്ചാക്കോ ബോബന്റെ നല്ലൊരു ആക്ഷൻ പടം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ട് സംതൃപ്തി കിട്ടിയ ഒരു ആക്ഷൻ പടം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷെ ഈ പടത്തിലെ കുഞ്ചാക്കോ ബോബന്റെ ആ ഒരു സ്വാഗ്, ആ ഒരു ബോഡി ലാംഗ്വേജ്, ആ ഒരു ആക്ഷൻ രംഗങ്ങൾ, ആ ഇടിയുടെയൊക്കെ ഒരു പവർ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം കുഞ്ചാക്കോ ബോബൻ ദ ആക്ഷൻ ഹീറോ എന്ന്. ജിത്തു അഷ്റഫാണ് ഈ പടത്തിന്റെ സംവിധായകൻ. പുള്ളിയെ തന്നെയാണ് ആദ്യ ഷോട്ടിൽ തന്നെ കാണിക്കുന്നത്. വെൽ ഡൺ എന്നേ പറയാനുള്ളൂ. നല്ല എൻഗേജിംഗ് ആയിട്ട്, ത്രില്ലിംഗ് ആയിട്ട് ഒരു ആക്ഷൻ ത്രില്ലർ പടം എടുത്തു വെച്ചിട്ടുണ്ട് പുള്ളി. കുഞ്ചാക്കോ ബോബൻ എന്ന നടനെ പിഴിഞ്ഞ് ചാറെടുത്ത് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട് പുള്ളി. പടത്തിൽ ഇങ്ങനെ ഓടി ചേസ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ സീനൊക്കെ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു പവർ, ആ കുഞ്ചാക്കോ ബോബൻ ആസ് എ പോലീസ് ഓഫീസർ, ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു കിക്ക്, അത് നമുക്ക് ആ സീനിലൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റോറി ഒരു യൂഷ്വൽ ക്രൈം ത്രില്ലറിന്റെ അതേപോലൊക്കെ തന്നെയാണ് സ്റ്റോറി ഉള്ളത്. പക്ഷെ ഇത് എടുത്തു വെച്ചേക്കുന്ന രീതി, അതുപോലെ തന്നെ ഇതിലെ പെർഫോമൻസ് ആണ് നമ്മൾ ആസ് എ പ്രേക്ഷകൻ നമ്മളെ ത്രില്ലടിപ്പിക്കുന്നത്. ഇതിലെ കളർ ഗ്രേഡിങ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ക്രൈം ത്രില്ലറിന്റെ ആ ഒരു ഫീല് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലെ കളർ ഗ്രേഡിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടോണിലാണ് മൊത്തത്തിൽ ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഈ പടത്തിനെ ഇത്ര എൻഗേജിങ് ആക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഇതിന്റെ ക്യാമറയ്ക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ ക്യാമറയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. നല്ല എൻഗേജിങ് ആക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഈ പടത്തിൽ ഒരു പാട്ടാണെന്ന് തോന്നുന്നുള്ളത്. ആ ഒരു പാട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അറിയത്തേ ഇല്ല. ഈ പടത്തിന്റെ ആ ഒരു ഫ്ലോയിൽ മെർജ് ചെയ്തങ്ങ് പോവാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പാട്ടായിട്ട് എടുത്ത് നമ്മൾ അറിയുന്നില്ല. അതിന്റെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പാട്ട് ഈ സിനിമയുടെ ഒരു ഭാഗമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ തന്നെയാണ് താരം. വെറുതെ ആക്ഷൻസോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന്റെ വേഷം ഇട്ടിട്ട് മസിൽ പിടിച്ച് നടക്കുന്നത് മാത്രമല്ല, ഈ പടത്തിന്റെ കൂടെ നമ്മളെ കൂടെ എടുത്തോണ്ട് പോകുന്നത് പുള്ളിയുടെ പെർഫോമൻസ് ആണ്, ആ ക്യാരക്ടറിന്റെ പെർഫോമൻസ് ആണ്. വളരെ ടൈനി ആയിട്ടുള്ള ഇമോഷൻസ് വരെ പുള്ളി വേറെ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സെന്റിമെന്റ് സീൻസ് ഒക്കെ സ്വന്തം ഇമോഷൻസ് ഉള്ളിൽ ഒതുക്കി നല്ല ബ്രേവായിട്ട് നടക്കുന്ന ഒരു പോലീസ് ഓഫീസർ, ആ ഒരു വേഷം കുഞ്ചാക്കോ ബോബന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് വൈശാഖ് നായർ. മോനെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ആനന്ദ് സിനിമയ്ക്ക് ശേഷം ഞാൻ പുള്ളിയുടെ കാണുന്ന ഒരു സിനിമയാണിത്. ഈ ഇടയ്ക്ക് പുള്ളിയുടെ ഒരു ടെഡ് ടോക്ക് ഞാൻ കണ്ടിരുന്നു. പുള്ളിയുടെ കരിയറിന്റെ ഒരു റോളർ കോസ്റ്റർ റൈഡിനെ പറ്റിയും അതുപോലെ തന്നെ വീഴ്ചകളെയും പരാജയങ്ങളെ പറ്റിയൊക്കെ പറയുന്ന ഒരു ടെഡ് ടോക്ക് കണ്ടിരുന്നു. അതിനകത്ത് ഈ സിനിമയുടെ റോളിനെ പറ്റിയും പുള്ളി പറയുന്നുണ്ടായിരുന്നു. ബ്രോ, ഒരു രക്ഷയില്ല, കിടിലൻ പെർഫോമൻസ്. ഇതുപോലുള്ള കിടിലൻ ക്യാരക്ടേഴ്സുമായിട്ട് ഇനിയും വരണം. യു ആർ റിയലി അണ്ടർ റേറ്റഡ്. ഒരു കഞ്ചാവ് കണ്ണാപ്പി ഗ്രൂപ്പിന്റെ ലീഡറായിട്ടാണ് വൈശാഖ് നായർ അഭിനയിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ സിനിമയുടെ ആ സീനിന് കിട്ടുന്ന ഒരു ടെറർ വൈബ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റു പെർഫോമൻസുകൾ, പ്രിയാമണിയുടെ അച്ഛനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ, അതുപോലെ തന്നെ മറ്റ് പോലീസ് ഓഫീസേഴ്സ്, മറ്റ് ചെറിയ ചെറിയ റോൾസ് ചെയ്ത എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ഇതിനകത്ത് ഒരു റോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് പുള്ളി ചെയ്തു വരുന്ന മുഖത്ത് എണ്ണമയമുള്ള ക്യാരക്ടർ തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷെ പുള്ളിയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. കുഞ്ചാക്കോ ബോബൻ തന്റെ കരിയറിൽ ചെയ്തതിൽ ഏറ്റവും മികച്ചത്. ചോക്ലേറ്റും ഇല്ല, മിൽക്കി ബാറും ഇല്ല, ഇടി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഇടി. പിന്നെ കുറ്റം പറയാനാണെന്നുണ്ടെങ്കിൽ സ്റ്റോറിയിലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലോ എഡിറ്റിങ്ങിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആ സ്റ്റോറി ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കൺവിൻസിങ് ആയിട്ട് അവർക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ജേർണിയുടെ കൂടെ പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, മറ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടില്ല എന്നടിക്കാം. അത് കൺവിൻസിങ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചകഞ്ഞു നോക്കേണ്ട ആവശ്യം വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ 2025 ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച പടം. മൈ റേറ്റിംഗ് ഈസ് 4.1 ഔട്ട് ഓഫ് 5. ഈ റേറ്റിംഗ് കൊടുക്കുമ്പോൾ എനിക്ക് അത്ര പിശുക്കൊന്നുമില്ല. ആസ് എ പ്രേക്ഷകൻ ഞാൻ കാണുമ്പോൾ എനിക്ക് കണ്ടിട്ട് മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണും എന്ന് പറയാൻ എനിക്ക് തോന്നുന്നൊരു പടമാണെന്നുണ്ടെങ്കിൽ 4 മുകളിൽ റേറ്റിംഗ് കൊടുക്കാൻ എനിക്ക് യാതൊരു മടിയില്ല. അപ്പോൾ ആവറേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3, അല്ലെങ്കിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4, എബോവ് 4 എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഓഫീസർ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നൊരു പടം തന്നെയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.